എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കുകയുണ്ടായി അല്ലേ. ആ ക്ലാസ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും അത്രയും കാര്യങ്ങൾ 4 ക്വസ്റ്റ്യനാണ് നമ്മൾ ആകെ ഡിസ്കസ് ചെയ്തോളൂ. അപ്പോൾ ആ 4 ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും അന്ന് തന്നെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു അരമണിക്കൂറോളമുള്ള വീഡിയോ ഉണ്ടായുള്ളൂ. അപ്പം ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി ലെവലുള്ളത് നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയി തന്നെ റിലേറ്റഡ് ഫാക്റ്റും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ദിവസം എടുക്കും. അതല്ലാതെ നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 10th ലെവലുള്ളത് ഫസ്റ്റ് നമുക്ക് 10th ലെവൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 10th ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യല്ലോ. ജസ്റ്റ് ആ രീതിയിൽ റിലേറ്റഡ് ഫാക്റ്റ് ഇല്ലാതെ നമുക്ക് പഠിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ നമുക്കിപ്പോൾ ഓൾറെഡി 2021 മുതൽ നോക്കിയാൽ തന്നെ. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം 10th ലെവലുള്ളത് പഠിച്ചു പോകുമ്പോൾ ഇപ്പോൾ കുറേ പേരെന്താണ് ഇങ്ങനെ ക്ലാസ് കേൾക്കുന്ന കാര്യം പറഞ്ഞിരുന്നു എന്നോട്. ഇപ്പോൾ എന്നോട് ചോദിച്ചത്, കുറച്ച് പേര് ചോദിച്ചത് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യമാണ്. നമ്മുടെ ടെലഗ്രാമിൽ കറണ്ട് അഫയേഴ്സ് ഓഡിയോ ആയിട്ട് ഇടാവോ, അപ്പോൾ വീട്ടമ്മയായ കേട്ടിരിക്കാൻ അങ്ങനെ കേട്ട് പഠിക്കാനുള്ള സാഹചര്യം ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ഇതും കേട്ടിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 10th ലെവൽ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ ചെയ്യുമ്പോൾ അതും നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. റിലേറ്റഡ് ഫാക്റ്റ് അല്ല, ക്വസ്റ്റ്യൻ കേൾക്കുക, അതിൻ്റെ ആൻസർ പഠിക്കുക, ആ രീതിയിൽ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതറിയിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് 5ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ പറയുന്നത്. എന്താണ് ആദ്യത്തേത്? വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? അപ്പോൾ ഈ കലാപം ഏതാണെന്ന് നമുക്ക് ഈ വർഷം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു കലാപമാണ് 1812 കലാപം അല്ലെങ്കിൽ ലഹള. ഏതാണ്? കുറിച്യർ ലഹളയാണ്. 1812 എന്താണ് കുറിച്യർ ലഹള. അപ്പോൾ നമുക്ക് എന്താണ് കുറിച്യർ ലഹള എന്ന് ആദ്യം നോക്കാം, എന്നിട്ട് ആൻസറിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ കുറിച്യർ കലാപം നടന്നത് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു 1812. 1812 മാർച്ച് 25. 1812 മാർച്ച് 25 എവിടെയാണ്? വയനാടാണ് കേട്ടോ കുറിച്യർ കലാപം. 1812 മാർച്ച് 25 വയനാട്. എന്താണ് ഈ കുറിച്യർ കലാപം നടക്കാനുള്ള കാരണം? എന്തായിരുന്നു? പ്രധാന കാരണം എന്ന് പറയുന്നത് കുറിച്യരുടെയും കുറുമ്പരുടെയും, അതായത് ഗോത്രവർഗ്ഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് ഈ കുറിച്യർ കലാപത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇനി ഈ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ് എന്ന് ചോദിച്ചാൽ അത് തോമസ് വാർഡൻ ആണ്. ആരാണ്? തോമസ് വാർഡൻ. ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു പോവാം കേട്ടോ, നമ്മൾ പിന്നത്തേക്ക് വയ്ക്കുന്നില്ല, ഇപ്പം തന്നെ പഠിച്ചു പോവാം. ആരാണ്? തോമസ് വാർഡൻ ആണ്. ഇനി കുറിച്യർ ലഹളയുടെ നേതാവ് അതാണ് നമ്മുടെ ചോദ്യം അല്ലേ. ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? അതായത് ആരാണ് നേതാവ്? കുറിച്യർ ലഹളയുടെ നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ രാമൻ നമ്പിയാണ്. രാമൻ നമ്പി എന്നും കാണാറുണ്ട് കേട്ടോ, കുറിച്യർ ലഹളയുടെ നേതാവ്. ഇത് കൂടാതെ ഇതിന് നേതൃത്വം നൽകിയ കുറച്ച് പേരുണ്ട്, അതും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ ഇതിൽ പെടാത്തത് ആരാണ് അല്ലേ, ആ രീതിയിൽ ചോദിക്കും. ആരൊക്കെയാന്ന് നോക്കിയേ. ഒന്നാമത്തത് 1000 വീട്ടിൽ കോന്തപ്പൻ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായി പഠിച്ചു പോവുക. എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നവർ ആഡ് ചെയ്യുക കേട്ടോ. ആരൊക്കെയാണ്? 1000 വീട്ടിൽ കോന്തപ്പൻ. പിന്നെ വെൺകലോൺ കേളു. ആരാണ്? വെൺകലോൺ കേളു. പിന്നെ ഒരു ചന്തു, പ്ലാക്കച്ചന്തു. അപ്പോൾ കുറിച്യർ കലാപവുമായി ബന്ധമുള്ളവർ ആരൊക്കെ, അല്ലെങ്കിൽ ഇതിൽ ബന്ധമില്ലാത്തവർ ആരൊക്കെ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആരൊക്കെയാണ് ബന്ധമുള്ളതെന്ന് നോക്കി. രാമൻ നമ്പി നമ്മൾ പറഞ്ഞു നേതാവാണ്. പിന്നെ 1000 വീട്ടിൽ കോന്തപ്പൻ, വെൺകലോൺ കേളു, പ്ലാക്കച്ചന്തു. ഓക്കെ. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു നേതാവ് ആരാണ്? രാമനമ്പിയാന്ന് പറഞ്ഞു അല്ലേ. ഈ രാമനമ്പിയെ പിടികൂടി വധിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 1812 മെയ് 1 12 മെയ് 1. കുറിച്യർ കലാപം എന്നാണ്? 1812 മാർച്ച് 25. അപ്പം മെയ് 1 രാമനമ്പിയെ പിടികൂടി വധിക്കേണ്ടത്. ഇനി കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്താണ്?
വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഓക്കെ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പം മെയ് 1 നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞ, രാമനമ്പിയെ പിടികൂടി വധിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ മെയ് 1 വധിച്ചു. മെയ് 8 എന്ത് സംഭവിച്ചു? കുറിച്യർ ലഹള അടിച്ചമർത്തുകയുണ്ടായി. അപ്പോൾ 3 ഡേറ്റാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഏതൊക്കെയാണ്? 1812 മാർച്ച് 25 കുറിച്യർ ലഹള നടന്നു. 1812 മെയ് 1 നേതാവായ രാമനമ്പിയെ പിടികൂടി വധിച്ചു. 1812 മെയ് 8 കുറിച്യർ ലഹള അടിച്ചമർത്തി. ഇനി ഇതാരാണ് അടിച്ചമർത്തിയത്? TH ബേബറാണ് കേട്ടോ, അല്ലെങ്കിൽ TH ബാബറാണ് അടിച്ചമർത്തിയത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഡേറ്റ് 3 ഡേറ്റാണ് നമുക്കുള്ളത് ആണല്ലോ. ആ 3 ഡേറ്റ് കറക്റ്റായിട്ട് പഠിക്കുക. ഇനി ഈ TH ബേബർ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ, ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ എഴുതുന്നില്ല, ഒന്ന് ശ്രദ്ധിക്കുക. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് ഏത് കലാപത്തെക്കുറിച്ച് ആര് പറഞ്ഞു? കുറിച്യർ കലാപത്തെക്കുറിച്ച് TH ബേബർ അഭിപ്രായപ്പെട്ടതാണ് കേട്ടോ. TH ബാബർ അഭിപ്രായപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് കുറിച്യർ ലഹളയിൽ പഠിക്കാനുള്ളത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ, എല്ലാവരും പഠിച്ചു എന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇയാളെ പറ്റി പഠിച്ചതായിരുന്നു അല്ലേ? ഈ സാമൂഹ്യ പരിഷ്കർത്താവിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ? കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിൽ പറയുന്നില്ല. എന്ത് ചെയ്യാമെന്ന് ഡിസ്ക്രിപ്ഷനിൽ ഈ അയ്യങ്കാളിയുടെ ഇത് അല്ലെങ്കിൽ കാർഡായിട്ട് അയ്യങ്കാളിയുടെ ആ വീഡിയോ ഒന്ന് ആഡ് ചെയ്യാം. അതിൽ നമ്മളെല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് ഇതിനോടൊപ്പം തന്നെ കണ്ടുപഠിക്കണം കേട്ടോ. കാരണം അയ്യങ്കാളി ഈ ഒരു വീഡിയോയിലുള്ളതാണ്, അപ്പോൾ തന്നെ പഠിച്ചെടുക്കാം. അടുത്ത ചോദ്യം, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ളതായി പ്രഖ്യാപിച്ചത്? 1991. 1991. അടുത്ത ചോദ്യം, 2ാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? എവിടെയാണ്? ഏതിൻ്റെ? സെക്കൻഡ് വേൾഡ് വാർ. 2ാം ലോക മഹായുദ്ധത്തിലെ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? എവിടെയാണ്? ന്യൂറംബർഗ് ആണ്. ഓപ്ഷൻ ഡി കേട്ടോ, ന്യൂറംബർഗ് ആണ്. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് ന്യൂറംബർഗാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പഠിക്കാം. അതായത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ നാസി യുദ്ധക്കുറ്റവാളികളെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ, IMT. ഇത് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇത് റിലേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. എന്താണ്? ഇൻ്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ. ഓക്കെ, IMT എന്നുള്ളത് അത് സെക്കൻഡ് വേൾഡ് വാർ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏത് കുറ്റവാളികളാണെന്ന് വെച്ചാൽ നാസി കുറ്റവാളികളാണ് കേട്ടോ. നാസി കുറ്റവാളികളെ വിചാരണ ചെയ്യപ്പെട്ടത് ന്യൂറംബർഗും പിന്നെയോ അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇൻ്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? എന്താ പറഞ്ഞേ നോക്കിയേ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചെങ്ങലയിലാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചെങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ പഠിച്ചതാണ് ഈ ഒരു ഇത് അല്ലേ? ആര് പറഞ്ഞതാണത്? റൂസോ പറഞ്ഞതാണ് അല്ലേ? റൂസോ പറഞ്ഞതാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചെങ്ങലയിലാണ്. ജീൻ ജാക്വസ് റൂസോയാണ് പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവം നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഫ്രഞ്ച് വിപ്ലവവുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. ലൂയി 14 15 ഓർക്കുന്നില്ലേ? എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റൂസോയുടെ കാര്യവും നമ്മൾ പറഞ്ഞതാണ്. റൂസോയുടെ ഏതാണ് നമ്മുടെ ഒരു ഗ്രന്ഥം ദ സോഷ്യൽ കോൺട്രാക്റ്റ്, അത് ചോദിക്കാറുള്ളതാണ് എപ്പോഴും അല്ലേ? ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? റൂസോയാണ്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ദ സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്.
പിന്നെ അതിലെന്താ പറഞ്ഞത്, നമ്മൾ റൂസോയായി പറഞ്ഞതിൽ എമിലി ഈ എഡ്യൂക്കേഷൻ ഓർക്കുന്നുണ്ടോ? അതായത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അല്ല, അത് കണക്ട് ചെയ്ത് എമിലി എന്നുള്ളത് ഓർക്കാലോ ഇല്ലേ? അതാണ് കേട്ടോ എമിലി എന്ന് പറയുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് ഇത് എമിലി എന്ന് പറയുന്നത്. പിന്നെ റൂസോ പറഞ്ഞതാണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്കലയിലാണെന്ന് പറഞ്ഞു. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറയുകയുണ്ടായി. പിന്നെ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞു. ഫ്രഞ്ച് റവല്യൂഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, എന്നാലും ഒന്നും കൂടി പറയാം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഓക്കെ. പിന്നെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും സമൂഹത്തെ പറ്റിയിട്ട് 3 എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 3 എസ്റ്റേറ്റുകളെ പറ്റി പഠിച്ചു. ഓരോ എസ്റ്റേറ്റിൽ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ബാസ്റ്റിൽ ജയിൽ അല്ലേ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഓർക്കുന്നില്ലേ? ടെന്നീസ് കോർട്ട് എന്ന വർഷം മാത്രം നമുക്ക് പറഞ്ഞു പോകാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നതെന്ന 1789 ജൂൺ 20. ഇതും ഡീറ്റെയിൽ ആയി പറഞ്ഞു പോയത് കൊണ്ടാട്ടോ ആ വീഡിയോ ഞാൻ ആഡ് ചെയ്തിരിക്കുക, അതും കണ്ടു പഠിക്കണം. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അങ്ങനെയാണെങ്കിൽ ബാസ്റ്റിൽ ജയിൽ ആക്രമണം എന്നായിരുന്നു, അത് തകർത്ത വർഷം 1789 ജൂലൈ 14. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ജൂൺ 20, ബാസ്റ്റിൽ ജയിൽ ജൂലൈ 14. അതിൽ ഈ ജൂലൈ 14 എന്തായിട്ടാണ്? ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നു. പിന്നെ അവരുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു അല്ലേ? അതെന്നാ പാസ്സാക്കിയത്? അത് ഓഗസ്റ്റ് 12. മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് ഓഗസ്റ്റ് 12. പിന്നെ നമ്മൾ ഗില്ലറ്റിൻ്റെ കാര്യം പറയുകയുണ്ടായില്ലേ? ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ടതാണ് ലൂയി 16 ഭാര്യ മേരി അൻറ്റോയിനറ്റും. ആ ഭാര്യ മേരി അൻറ്റോയിനറ്റാണെന്ത്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്നൊക്കെ പറഞ്ഞത് ആ ഭാര്യയാണ് കേട്ടോ, മേരി അൻറ്റോയിനറ്റാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? എന്താണ് ഔദ്യോഗിക ഭാഷ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്തത് ഏതാ വരിക? സ്പാനിഷ്, അറബിക്, ഫ്രഞ്ച്, പോർച്ചുഗീസ്. ഔദ്യോഗിക ഭാഷ അല്ലാത്തത് നമുക്ക് നോക്കാം. ആദ്യം ദൈനംദിന കാര്യത്തിന് വേണ്ടിയിട്ടും അല്ലാതെ കുറച്ച് ഔദ്യോഗിക ഭാഷയുമുണ്ട്. ഇപ്പം ഐക്യരാഷ്ട്രസഭയിൽ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഫ്രഞ്ച്. ഏതൊക്കെയാണ്? ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഇത്രയുമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ. ഇതിൽ വരാത്തത് ഏതാണ്? പോർച്ചുഗീസ്. ഏതാ വരാത്തത്? പോർച്ചുഗീസാണ്. ഇനി നമുക്കറിയാം ദൈനംദിന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഏതാണ്? ഇംഗ്ലീഷും ഫ്രഞ്ചും. അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസാണ്. ഇത് ഓർത്ത് വയ്ക്കണം. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. പി ഇല്ല കേട്ടോ. ഏതൊക്കെയാണ് വരുന്നത്? ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഓക്കെ. ഇംഗ്ലീഷും ഫ്രഞ്ചും ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. നമുക്ക് എന്താണ് ഈ ഐക്യരാഷ്ട്രസഭ പഠിക്കുമ്പോൾ അറിയാമല്ലോ കുറേ കാര്യങ്ങളുണ്ട് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനായിട്ട് പഠിക്കാനായിട്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. ബാക്കി ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ അയ്യങ്കാളിയും അതോടൊപ്പം തന്നെ ഫ്രഞ്ച് റവല്യൂഷനും കൂടി പഠിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്